ബൈൻഡ് അബൌട്ട് ദാറ്റ്. അത് വഴിയിലൂടെ പോയ ഒരു അലവരാതി എന്ന ഗിഫ്റ്റാണ്. ഇറ്റ്സ് എ പ്രോപ്പർ ഫുൾ റിവ്യൂ ഫോർ ചേതക് EV. ഇതിന്റെ മിഡ് സ്പെക് വേരിയന്റ് ആണ്. 3502 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ 26,500 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിന്റെ ഒരു ലോങ് ടൈം റിവ്യൂ തരാമെന്ന് ഓർത്താണ് ഞാൻ പറയുന്നത്. സോ എങ്ങനെയുണ്ട് ഈ വണ്ടി നോക്കിയാൽ അതിന് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന LED ഹെഡ്ലൈറ്റ്സ് ആണ് വന്നത്. LED ഹെഡ്ലൈറ്റ്സ് ആണെങ്കിൽ കൂടെ ഈ ഒരു ആവറേജ് ലൈറ്റ് ആണ് വരുന്നത്. നൈറ്റ് ടൈമിൽ വിസിബിലിറ്റി പോരാ, അതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് ലൈറ്റ് ആണ് വരുന്നത്. സോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റൽ ബോഡിയാണ്. മെറ്റൽ ബോഡി ആണെങ്കിലും ഇതിലും കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് റെസ്റ്റിന്റെ ഈ ഒരു പൊസിഷൻ കണ്ടല്ലോ, ഇവിടുത്തെ ഈ പീസ് അപ്പുറത്തെ സൈഡിലും ചെറുതായിട്ട് വിട്ടു പോകുന്നുണ്ട്. സോ അങ്ങനെ അതിലും കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഏരിയസ് വരുന്നതിലും ഈ ഒരു ജോയിന്റ്സ് വരുന്നിടത്തൊക്കെ ആയിട്ട് കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഉണ്ട്. ബാക്കി നിർത്തി കഴിഞ്ഞാൽ മെറ്റൽ ബോഡിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടി കാണിക്കുന്നുണ്ട്. സോ ഇനി ഇതിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നെവർ ബൈൻഡ് അബൌട്ട് ദാറ്റ്. അത് വഴിയിലൂടെ പോയ ഒരു അലവരാതി എന്ന ഗിഫ്റ്റാണ്. ഇനി ഇതിന്റെ ടയറിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ടയറാണ് ഈ ബാക്ക് ടയർ കൊടുത്തിരിക്കുന്നത്. സോ ഒരു 17,000 കിലോമീറ്റർ ആയപ്പോഴത്തേനാണ് ഈ ഒരു ടയർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം റോഡ് ഗ്രിപ്പും കാര്യങ്ങളെല്ലാം വരുന്ന ടയർ തന്നെ സ്റ്റോക്ക് ടയർ വരുന്നത് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തേർഡ് ബ്രേക്ക് പാഡാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 12,000-13,000 കിലോമീറ്റർ നമുക്ക് ബ്രേക്ക് പാഡ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെന്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് നമുക്ക് വണ്ടി പിടിക്കുന്നിടത്ത് കിട്ടുന്നുണ്ട്. സോ ബ്രേക്കിന്റെ കാര്യത്തിൽ അത്ര വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇതിന്റെ റൈഡിങ് എക്സ്പീരിയൻസും ബാറ്ററിനെ പറ്റി നോക്കിയാൽ വണ്ടി ഓടിക്കാൻ നല്ലൊരു വണ്ടിയാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ലാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് വരുന്നില്ല. അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര ബെറ്റർ ആയിട്ടുള്ള സീറ്റ് അതല്ല. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കിൽ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സീറ്റിന്റെ കാര്യത്തിൽ അത്ര ബെറ്റർ ഒന്നല്ല, പക്ഷെ വണ്ടി ഓടിക്കാൻ കംഫർട്ടായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വന്നാൽ കമ്പനി പറയുന്നത് 153 കിലോമീറ്റേഴ്സിന്റെ റേഞ്ച് ആണ് പറയുന്നത്. എങ്കിലും നമുക്ക് ഇതിന് ആവറേജ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120-130 ആണ്. എനിക്ക് ആ ഒരു റേഞ്ചിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വണ്ടി മൊത്തത്തിൽ പോസിറ്റീവ് ആണ്, പക്ഷെ വല്ല വണ്ടിക്ക് കംപ്ലൈൻസ് ഉണ്ട്. ഞാൻ അത് അടുത്ത വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം.